യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം, അതും സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ആശംസിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ. ഈ വചനം ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്ന ഒന്നാണ്. ഓരോ വചനങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നതാണ്. ഈ ബന്ധം ഒരു അടിസ്ഥാനമാണ്. എല്ലാ നന്മകളുടെയും ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയും അടിസ്ഥാനമാണ് ദൈവത്തോടുള്ള ബന്ധം. ഈ ബന്ധത്തിന് പരിക്കുപറ്റുന്നതും കേടുപറ്റുന്നതും ഒരിക്കലും ചെയ്യരുത്. ദൈവത്തോടുള്ള ബന്ധത്തിന് കേടുപറ്റുന്നതും പരിക്കുപറ്റുന്നതും ഒരിക്കലും ചെയ്യരുത്. ചിലർ പറയാറില്ലേ, വചനം കേൾക്കുമ്പോൾ എന്താണ് ആദ്യം സംഭവിക്കുന്ന അത്ഭുതം? ആ വചനത്തിനകത്തെ ജീവൻ നിങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങും. വചനത്തിന് ജീവനുണ്ട്. യേശു പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ നിങ്ങളിൽ സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലും ഈ ജീവനാണ് ഉണ്ടാവുന്നത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട: ദൈവമേ, ഞങ്ങളുടെ കുടുംബം തകർന്നു പോകാനിടയാകല്ലേ, ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകാനിടയാകല്ലേ. അത് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വേണ്ട. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. കാരണം വചനം വിശ്വസിച്ചേറ്റെടുത്താൽ മതി. ആ വ്യക്തി ആ വചനം കേൾക്കുന്നതിലൂടെ ആ വ്യക്തി ഒരിക്കലും നശിച്ചു പോകാത്ത വിധത്തിൽ, ആ കുടുംബം തകർന്നു പോകാത്ത വിധത്തിൽ, ആ മക്കൾ തകർന്നു പോകാത്ത വിധത്തിൽ ഈ വചനത്തിലെ ദൈവീക ജീവൻ ആ വ്യക്തിയിൽ ചുറ്റും നിൽക്കും. ഒരു വേലി പോലെ, ഒരു കവചം പോലെ, ഒരു സംരക്ഷണ ഭിത്തി പോലെ ആ വ്യക്തിക്ക് കാവലായി നിൽക്കും. ഒരു ദോഷവും വരികയില്ലപ്പം, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ കേൾക്കുന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ ശിഷ്യന്മാർ വള്ളത്തിന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഭയങ്കരമായ പ്രതികൂലമായൊരു സാഹചര്യവും അവിടെ ഉണ്ടായി. വാക്യം ഇങ്ങനെയാണ്: ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു, വല്ലാതെ ഇളകി. ഭയമുണ്ടാകത്തക്ക വിധം, അസ്വസ്ഥതയുണ്ടാകത്തക്ക വിധം, ഭയം, പേടി, നിരാശ, ടെൻഷൻ ഉണ്ടാകത്തക്ക വിധം അവിടെ ഒരു പ്രതിസന്ധി വെളിപ്പെട്ടു. 14-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും ചില ടെൻഷൻ, പേടി, ഭയം ഇതൊക്കെ ഉണ്ടാകത്തക്ക വിധം ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, വെല്ലുവിളിയുടെ, രോഗത്തിൻ്റെ ഒക്കെ മുമ്പിലാണോ? ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ മുമ്പിലാണോ നിങ്ങളിന്ന് നിൽക്കുന്നത്? പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ഇനി 32-ാമത്തെ വാക്യം, 14-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. എപ്പോഴാണോ ദൈവം ആ വള്ളത്തിനകത്തേക്ക് കയറിയത്, വള്ളത്തിനകത്ത് കയറിയത്, കാറ്റ് മാറി, തിരമാല നിന്നു, പ്രശ്നങ്ങൾ മാറി, പ്രതിസന്ധികളുണ്ടായി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കയറുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ കയറുമ്പോൾ എല്ലാ കാറ്റും കോളും പ്രതിസന്ധികളും അവസാനിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രതിസന്ധികൾ മാറും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ വലിയ ചേഞ്ച് നടക്കും, മാറ്റം നടക്കും. യേശു ആ പടകിൽ
ആ വള്ളത്തിൽ, ആ ബോട്ടിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു, കടൽ ശാന്തതയായി. ഇവിടെ ഒരു കാര്യമുണ്ട്, അന്നുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം, അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്വസ്ഥത അപ്പോൾ അവർ അനുഭവിച്ചു. അതിനു മുമ്പ് എന്തായിരുന്നു? ടെൻഷൻ, വള്ളം ഇളകി ആടുന്നു, പടക് കിടന്ന് ഇളകുന്നു, വലിയ തിരമാല, വലിയ കാറ്റടിക്കുന്നു, സമയമാകെ അസ്വസ്ഥമായൊരു സമയം, ഭയം, പേടി എല്ലാം കൊണ്ട് നിറഞ്ഞത്. പക്ഷെ ദൈവം അകത്തു വന്നപ്പം അന്നുവരെ, ആ സമയം വരെ അനുഭവിച്ചിരുന്ന എല്ലാ പേടിയും മാറി, സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി, ശാന്തതയുണ്ടായി. ദൈവം ഒരാളുടെ ജീവിതത്തിനകത്ത് വരുമ്പോഴാണ് സ്വസ്ഥതയുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്. നിങ്ങളിന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ ജീവിതമാകുന്ന ഈ പടക്, ഈ വള്ളം വല്ലാതെ ആടി ഉലഞ്ഞ നിലയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുന്നത്, എനിക്ക് കാണാൻ കഴിയുന്നത് പ്രതിസന്ധികൾ മാത്രമാണ്, കാറ്റും കോളും മാത്രം. സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രതികൂലമാണ്. ആകെ ഒരൊറ്റപ്പെട്ടതുപോലെയും ആകെ തകർന്നു പോയതുപോലെയും പോകുന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയാത്ത പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതമാകെ ഇരുട്ടിലായി പോയല്ലോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോകുന്നു. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കുവാണോ? ഇതാ, ആ വള്ളത്തിനകത്ത് യേശു വന്ന് കയറിയതുപോലെ അതേപോലെ തന്നെ ഇന്ന് സംഭവിക്കട്ടെ. കർത്താവെ, പ്രക്ഷുബ്ധമായ എൻ്റെ ജീവിതത്തിലേക്ക് അതുപോലൊന്ന് കയറി വരണമേ. എൻ്റെ കുടുംബ സാഹചര്യത്തിലേക്ക് ഇന്ന് കയറി വരണമേ. എൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അതുപോലൊന്ന് കയറി വരണമേ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ലഹരിയിലൊക്കെയാണ്. എൻ്റെ കുടുംബം അസ്വസ്ഥമാണ്, എൻ്റെ കുടുംബം ആകെ ടെൻഷനിലാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണമേ. കടം മേടിച്ച പണമുണ്ട്, കൊടുക്കാനുള്ള പണമുണ്ട്. പലരും വിളിക്കുന്നു, പലരും ചോദിക്കുന്നു, പലരും നിർബന്ധിക്കുന്നു, ചിലർ ചീത്ത പറയുന്നു, അസഭ്യവർഷങ്ങൾ പറയുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. വിൽക്കാൻ നോക്കിയിട്ട് ആ സ്ഥലമൊന്ന് വിൽക്കാൻ പോലും പറ്റുന്നില്ല. ചോദിച്ചിട്ട് ആരും പൈസ തരുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് നിലനിൽക്കുന്ന കാറ്റും കോളും ഒന്ന് അവസാനിക്കാൻ ഇടയാകണമേ. എൻ്റെ പ്രതിസന്ധികൾ മാറണമേ. ചിലർ രോഗങ്ങളിലാണ്, ചിലർ കടബാധ്യതയിലാണ്, ചിലർ മക്കളെ ഓർത്തുള്ള ഭയത്തിലാണ്, ചിലർ വലിയ പ്രയാസമാണ്, ചിലർക്കൊത്തിരി ഭയമുണ്ട്, പേടിയുണ്ട്. എല്ലാ കാര്യവും വെച്ച് പ്രാർത്ഥിച്ച്, ദൈവം എൻ്റെ ജീവിതത്തിൽ വരുമ്പം ഞാൻ അന്നുവരെ അനുഭവിക്കാത്ത സമാധാനം ഞാൻ അനുഭവിക്കും, സ്വസ്ഥത ഞാൻ അനുഭവിക്കും. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ യേശു വരുമ്പോൾ എത്ര വലിയ കാറ്റും കോളും അവസാനിക്കും. എനിക്കിങ്ങനെ നിങ്ങളോട് പറയാൻ തോന്നുന്നത്, വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ദൈവം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ കയറി വരുന്നത്. തമ്മിൽ തെറ്റിക്കുന്നതല്ല, തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒന്നിനെ അല്ല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, ഒരു സ്വസ്ഥത നിങ്ങളിന്ന് അനുഭവിക്കും. ദൈവം ജീവിതത്തിൽ കയറി വരും. ദൈവം ജീവിതത്തിൻ്റെ അകത്തേക്ക് വരും, സ്വസ്ഥത തരും, സമാധാനം തരും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, നശിച്ചു പോകാനിടയാകല്ലേ, തകർന്നു പോകാനിടയാകല്ലേ എന്ന് പ്രത്യേകം ഒന്നും പ്രാർത്ഥിച്ചില്ലേലും ഈ വചനങ്ങളൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി. ആ വചനത്തിലെ ദൈവീക ജീവൻ നിങ്ങളിൽ വന്ന് നിറയും. എന്നിട്ടോ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിനും ജീവനും കുടുംബത്തിന് ചുറ്റും അതൊരു സംരക്ഷണ ഭിത്തിയായി നിലകൊള്ളും. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും, വചനം കേൾക്കുന്ന ആരും നശിച്ചു പോകാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. എന്തു പ്രശ്നം ഉണ്ടാകട്ടെ, എന്ത് കാര്യമായ ആ പടക്, ആ വള്ളം ഇളകി മറിഞ്ഞോട്ടെ, തിരമാലകൾ ഉണ്ടായിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റടിച്ചോട്ടെ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും എനിക്ക് പ്രിയപ്പെട്ടവരും
നശിച്ചു പോകാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പറഞ്ഞത് വിശ്വാസത്തിൽ ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. സാധ്യമായവർ, ആഗ്രഹിക്കുന്നവർ നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, തീരുമാനത്തിലെല്ലാം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണ്. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമാണ്. ഒരു ദോഷവും വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല, ഒരു അനർത്ഥവും വരികയില്ല. കർത്താവേ, അങ്ങയുടെ ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന, ഇത് അയച്ചു കൊടുക്കുന്ന സകലരെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ. പറഞ്ഞേ കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും, ലോകത്തിൽ ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ, ഇത് പരസ്പരം ഷെയർ ചെയ്യുന്നവരെ, എത്തിച്ചു കൊടുക്കുന്നവരെ തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന വ്യക്തികളിൽ ദൈവീക ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകണമേ. സുരക്ഷിത വലയത്തിനകത്തായിരിക്കട്ടെ. നിങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു ദൈവശക്തിയുടെ വലയമുണ്ട്. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം സകലതും മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അനുഗ്രഹമാണ്, അതൊരു വെളിച്ചമാണ്, അതൊരു നിയോഗമാണ്, അതൊരു ദൈവീക കാര്യമാണ്. അതിൻ്റെ അനുഗ്രഹം കിട്ടാതിരിക്കില്ല. നാളെയും 5:30 ഒരുമിച്ച് കാണണം. മറക്കാതെ ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഉള്ളം കയ്യിലെന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.